ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ മഴയൊക്കെ ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തൃശ്ശൂർ, ഇവിടെ ഞങ്ങളുടെ അവിടെ. അപ്പോൾ നല്ല മഴയത്ത് ഒരു മൂവി റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. നല്ല റിവ്യൂ പറയണമെങ്കിൽ, കാരണം ഈ മഴ അതിനൊരു കോട്ടിങ്ങാണ്. മഴയിൽ വേണം അത് പറയാൻ. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു മൂവി റിവ്യൂ എങ്ങനെ പറയാം, അതൊരു രസമാണ്. അപ്പോൾ ഞാൻ മഴയിൽ നിന്ന് ഒരു റിവ്യൂ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ റിവ്യൂ കേട്ടോ. കാരണം എനിക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പറയണം, അതൊരു വലിയൊരു എക്സൈറ്റ്മെൻറ്റാണ്. ഭയങ്കര ഒരു വല്ലാത്തൊരു ലോകത്തായിരുന്നു ഞാൻ. എനിക്ക് ഒട്ടും പറയാൻ പറ്റാത്ത, എന്താ പറയുക, ഒട്ടും നമ്മൾ ഒരുപാട് കാലം മനസ്സിലേക്ക് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു എൻഡിങ് ഉണ്ടല്ലോ നമ്മുടെയൊക്കെ, അല്ലെങ്കിൽ ഒരു ടേണിങ് ഉണ്ടല്ലോ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ടേണിങ് പോയിൻ്റ് എന്നൊക്കെ പറയില്ലേ നമ്മുടെയൊക്കെ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു 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 പുതിയൊരു തുടക്കം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് മാരീഡ് ലൈഫിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മുടെ പറയും ബാല്യം, യൗവനം, കൗമാരം ഒക്കെ, നമ്മുടെ വിവാഹം എല്ലാം നമ്മളിലേക്ക് എത്തുന്നതൊക്കെ ഒരു ടേണിങ് പോയിൻറ്റിലൂടെയാണെങ്കിൽ അതൊരു വല്ലാത്ത രസമായിരിക്കും. നമുക്ക് വല്ലാത്തൊരു സുഖമാണ്. നമ്മൾ ആഗ്രഹിച്ചത്, നമ്മൾ സ്വപ്നം കണ്ടത്, നമ്മൾ പറയില്ലേ, നമ്മളതിനെ അത്രമാത്രം മൂല്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കുമല്ലോ. നമ്മളൊക്കെ പറയില്ലേ, ഒരു ദേഷ്യം, ഒരു പോയിന്റിലാണ് നമുക്ക് ഒരാളോട് ദേഷ്യം പെട്ടെന്ന് തോന്നുക. അതേപോലെ ഒരു പോയിന്റിലായിരിക്കും പെട്ടെന്ന് ഒരാളോട് നമുക്ക് ലവ് തോന്നുക, ഒരു ഇഷ്ടം, പ്രേമം, പ്രണയം ഇതൊക്കെ തോന്നുന്നത് എല്ലാത്തിനും ഒരു പ്രത്യേക സമയത്തായിരിക്കും നമുക്കതിൻ്റെ ഒരു ഇതുണ്ടാവുക. അതൊരു കുളിരാണ്, ഒരു കുളിർമയാണ്, ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഒരാൾ നമ്മളെ ഒന്ന് സൈറ്റ് ചെയ്യുമ്പോൾ, നമ്മളെ ഒന്ന് നോക്കണ സമയത്ത് ഒരു സുഖമുണ്ടല്ലോ, വല്ലാത്തൊരു സുഖം. ഞാനിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്യും. കാരണം എനിക്കിതിനെക്കുറിച്ച് പറയണമെന്നുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആരെങ്കിലും വയൽ നോക്കി ആരെങ്കിലും ഒന്ന് പ്രണയിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. നമുക്കൊരു ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണ് പ്രണയം, എന്താണ്, ഒരാൾ നമ്മളെ ഒരു പട്ടി കുഞ്ഞ് തിരിഞ്ഞ് നോക്കണില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പലർക്കും ഉണ്ടാവും, പലർക്കും നല്ല നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം പ്രണയം ഇല്ലാതെ ഇല്ല, എന്നാലും പ്രണയം നമുക്കൊരു ഒരു പോയിൻ്റാണ്, ഒരു ടേണിംഗ് ആണ്, ഒരു പാലമാണ്. അപ്പോൾ ഒരു ലവ്, എന്ത് വേണമെങ്കിലും ഒന്നില്ലെങ്കിൽ ജീവിതത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ ജോബും കരിയറും ജീവിതം ഒന്നിച്ചുകൊണ്ട് പോവാം, അല്ലെങ്കിൽ ഇതൊന്നുമല്ലാത്തൊരവസ്ഥ. ഒരു പാലമാണല്ലോ, പല വഴികളിലേക്ക് തിരിഞ്ഞു മറിഞ്ഞു പോകുന്ന പാലങ്ങളാണ് ലവ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ മൂവിയെക്കുറിച്ചാണ്. നിവിൻ പോളി തകർത്ത് തരിപ്പണാക്കിയിട്ടുള്ള മൂവിയാണ്. എന്താ പറയുക, നിവിൻ പോളി വളരെ സിമ്പിളായിട്ട് അഭിനയിക്കുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ലത്, ഏറ്റവും മനോഹരമാക്കാൻ പറ്റുന്നതും ആ ഒരു പ്രണയം, സ്നേഹം, ഒരു സാധാരണ ഇതൊക്കെ നമ്മൾ പറയില്ലേ, ഒരുപാട് സിനിമകളെ നമുക്കിതിൽ നിന്നൊക്കെ കാണാം. നമുക്കൊരു വൻ തിരിച്ചുവരവ് നമുക്കറിയാം. സർവ്വമയയിലൊരു വൻ തിരിച്ചുവരവാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. സർവ്വമയിൽ വൻ തിരിച്ചുവരവാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു വലിയൊരു അപ്പോൾ നമ്മൾ അത് വൺ സക്സസ് ആയില്ലോ മൂവി. അപ്പോൾ നമുക്ക് അതിൻ്റെ അതുകൊണ്ട് നിവിൻ പോളി എന്ന് കിട്ടുമ്പോൾ, എനിക്ക് സത്യം പറഞ്ഞാൽ നിവിൻ പോളീനെ പണ്ട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ പിന്നീടാണ് ഈ ചില സിനിമകൾ നമ്മൾ
നിവിൻ പോളിയെ കണ്ടപ്പോഴാണ് നമുക്ക് നിവിൻ പോളിയോട് ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ നിവിൻ പോളീനെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, നമ്മൾ പണ്ടെങ്ങും എവിടെയോ മറന്നു വെച്ച ഒരു സംഭവം ആണ് എന്ന് തോന്നിപ്പോകും. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ടെങ്ങും മറന്നു വെച്ചാൽ നമ്മൾ പറയില്ലേ, നമുക്ക് ഒരാളോട് പ്രണയം തോന്നുന്നു, ഒരു ഇഷ്ടം തോന്നുന്നു ഒക്കെ നമ്മളെവിടെയോ മറന്നു വെച്ച കാലഘട്ടങ്ങളിൽ നമ്മൾ മറന്നു വെച്ച് പോയ ഒരു സംഭവമാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു വൈകാരികമായ ഒരു അടുപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂവി ഞാൻ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്നൊന്നുമില്ല. മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് എന്താ പറയുക, അത് ഒരു വേറൊരു തലത്തിലേക്ക് പോകുന്ന ഒരു മൂവിയാണ്. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെ പോകണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ എക്സ്പെക്റ്റേഷൻ 100% നമുക്ക് ആ സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു മൂവിയാണ് കേട്ടോ എന്താ പറയുക, ബദലേഹം കുടുംബ യൂണിറ്റ് എന്ന് പറയണത്. അതിൽ നിവിൻ പോളിൻ്റെ നമുക്ക് ഒരു പോയിന്റിൽ ചെറുതായിട്ട് നമ്മുടെ കണ്ണൊക്കെ നനയിക്കും, നമുക്ക് ചിരിക്കാം. അത് ഒരുപാട് ചിരിക്കാനുണ്ട്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ മമിത ബൈജു, എന്തു ആക്ടിങ് ആണിടൂ. ഒരു കൊച്ചു പെൺകുട്ടി അത്രയും മനോഹരമായിട്ടൊക്കെ ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെ അഭിനയിച്ച് തകർക്കാന്നൊക്കെ പറയുന്ന ഒരു നല്ല ആക്ടിങ് ആണ് കേട്ടോ. നല്ല ആക്ട്രസ്സാണ് മമിത ബൈജു. എന്താ പറയുക, ഭയങ്കര ഡെപ്തിലൂടെ കടന്നു പോകണമെന്ന് പറയില്ല. നമ്മുടെ ആ മുഖത്ത്, നമ്മുടെ ഭാവത്തിൽ, നമ്മുടെ സ്വരത്തിൽ, നമ്മുടെ കണ്ണുകളിൽ, അതെല്ലാം കൂടുമ്പോഴല്ലേ അതിൻ്റെ ഒരു രസം ഉണ്ടാവും. ആ കുട്ടിയുടെ വോയിസും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഡബിങ് ചെയ്തിട്ടുള്ളത് വോയിസ് വളരെ സൂപ്പറാണ്. ആ കുട്ടിയുടെ ഫേസ്, ആ കണ്ണ്, ആ ചുണ്ടുകൾ, നല്ല ആക്ടിങ് ആണ് കേട്ടോ. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട്, അധികം വലിയ എന്താ പറയുക, വലിയ മേക്കപ്സോ അല്ലെങ്കിൽ വലിയ ഇതോ അതൊന്നുമില്ലാത്ത വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഒരു സാധാരണ നാട്ടുകാരുടെ ഒരു മൂവിയാണ് ബദലേഹം കുടുംബ യൂണിറ്റ് എന്ന് പറയണത്. ഇത് എപ്പോഴും നമുക്ക് പറയലേ, നമ്മുടെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അടുത്തടുത്തുള്ള ആളുകളുടെ പ്രണയം, അകന്നകന്ന് നിൽക്കുന്ന ആളുകളുടെ പ്രണയം ഒക്കെ വ്യത്യസ്തമായിരിക്കും നമുക്ക്. അപ്പോൾ അകന്ന് നിൽക്കുന്നവരുടെയും അടുത്ത് നിൽക്കുന്നവരുടെയും കണ്ടുകൊണ്ടിരിക്കുന്നവർ അടുത്ത് എപ്പോഴെപ്പോഴും ഫേസ് ടു ഫേസ് കാണുന്നവരുടെയൊക്കെ പ്രണയത്തിനൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതൊക്കെ നമുക്ക് മൂവിയിൽ കാണാൻ പറ്റും. പിന്നെ പറയില്ലേ, നമുക്കെപ്പോഴും എല്ലാത്തിനും നിദാനം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി തന്നെയാണ്. അപ്പോൾ ഒരു ഫാമിലി കൊണ്ടുപോകുന്ന ഒരു രീതി, നമ്മളുടെ ഒരു ഫാമിലിയെ എങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി എല്ലാം നമുക്ക് ഈ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷേ നമ്മൾക്ക് പറയില്ല, നമ്മളുടെ പൈസ പോയി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അത് ഈ മൂവിയിലില്ല. പൈസ നമുക്ക് വേർത്താണ്. നമ്മളുടെ മനസ്സ് നമുക്ക് സ്വന്തമായിട്ട് കിട്ടും. നമ്മുടെ മനസ്സങ്ങനെ കലങ്ങി മറിഞ്ഞ് അങ്ങനെയൊന്നുമല്ല. മനസ്സ് ആ സിനിമ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഓരോ സീൻസും നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരിടാണ്. നമുക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞു വന്നാൽ നമുക്ക് ആ സിനിമ അങ്ങനെ നമ്മൾ ഉപേക്ഷിച്ച് അങ്ങ് പോകുന്ന ഒരു അവസ്ഥയല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മുടെ മനസ്സിൽ ആ സിനിമയുണ്ട്, മനസ്സിൽ നിവിൻ പോളിയുണ്ട്, മനസ്സിൽ മമിത ബൈജു ഉണ്ട്. അത് ഓരോരുത്തരും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രമാണ് കേട്ടോ. എന്താ പറയുക, ഒരു മൂവി തന്നെയാണ് ബദലേഹം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എൻ്റർടൈനറാണ്, ഫാമിലി ഓറിയൻറ്റഡാണ്. അപ്പോൾ നമുക്കിതൊക്കെ നമ്മളെല്ലാം കരുതിയിട്ട് നമുക്ക് എല്ലാം ഉള്ള ഒരു മൂവി തന്നെയാണ് കേട്ടോ. നമ്മളൊരു നല്ലൊരു സിനിമ കാണാനായിട്ട് എല്ലാവരും തയ്യാറായിരിക്കും. എല്ലാവരും പോകണം, എല്ലാവരും പോയി കാണണം എന്നാണ് ഉണ്ടെന്ന് പറയുന്നത്. അത്രയും നല്ലൊരു പടമാണ് ബദലേഹം കുടുംബ യൂണിറ്റ്. അപ്പോൾ എനിക്ക് അതിൻ്റെ മൂവി ഇങ്ങനെ ചുടാ. ഇന്നലെ ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്കാണ് പോയത്. അപ്പോൾ എനിക്ക് വീഡിയോ അപ്പോൾ തന്നെ എടുത്തിടണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കപ്പോൾ സാധിച്ചില്ല. പക്ഷേ ഞാൻ എണീറ്റ ഉടനെ തന്നെ ഞാനത് പറയുകയാണ്. അപ്പോൾ അജിന്തി പ്രസാദ് ഫാമിലി വിള സൈനിങ് ഓഫ് ടാറ്റ.
ബൈ 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 ബൈ.